ഹലോ ഹായ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മൾ നാട്ടിൽ പോയി തിരിച്ചു വരുന്ന വഴിയാണ് കേട്ടോ. അപ്പോൾ വെള്ളിയാഴ്ചയൊക്കെ അല്ല, അപ്പോൾ പള്ളി കൂടാൻ വേണ്ടിയിട്ട് ഇവിടെ വണ്ടി നിർത്തിയിട്ടിട്ട് ഞങ്ങളിവിടെ ആക്കിയിട്ട് പോയതാണ് കേട്ടോ അവർ. അപ്പോൾ ഞങ്ങൾ പള്ളിയൊക്കെ കഴിഞ്ഞ് തിരിച്ച് വരുന്ന സമയത്ത് ഇവിടെ കരിമ്പൻ ജ്യൂസിൻ്റെ സ്ഥലം കണ്ടു കേട്ടോ. അപ്പോൾ അങ്ങനെ ഇറങ്ങിയതാണ് കരിമ്പൻ ജ്യൂസൊക്കെ കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് കേട്ടോ. അപ്പോൾ ചെറിയ മോള് വണ്ടിയിൽ നിന്ന് ഇറങ്ങിയതേ അല്ല കേട്ടോ. അപ്പോൾ എൻ്റെ കുട്ടീൻ്റെ ചെറിയ വയസ്സിൽ പറഞ്ഞ് പറ്റിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഊട്ടി പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇതുവരെ ഞങ്ങൾക്ക് അവിടെ എത്താനായിട്ടില്ല. മോന് 2 വർഷം ഊട്ടി പഠിച്ചിട്ട് പോലും ഞങ്ങൾക്ക് ഓളെ ഊട്ടി കൊണ്ടാകാൻ പറ്റിയിട്ടില്ല കേട്ടോ. സമയം ഞാൻ ചിലപ്പോൾ ഊട്ടി പോകുന്ന സമയത്താണെങ്കിൽ അവൾക്ക് ക്ലാസ് ഉണ്ടാകും. ക്ലാസ് കട്ടാക്കിയിട്ട് എവിടെയും പോകാനായിരിക്കില്ല കേട്ടോ മൂപ്പര്. അതുകൊണ്ട് ഓൾ ഇതുവരെ 14 വയസ്സായി ഇതുവരെ കൊണ്ടുപോകാൻ പറ്റിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇന്നും ഞങ്ങൾ നിലമ്പൂർക്ക് വരുമ്പോൾ പിന്നെ ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് പോകുമ്പോൾ ഒരു ഇതാണ് കേട്ടോ, കുട്ടികളെ കൂട്ടാതെ പോയാൽ. അപ്പോൾ മോനും അതേമാതിരി മോനക്കും വരാൻ പറ്റില്ലായിരുന്നു ഷോപ്പിൽ കയറിയത് കാരണം. അപ്പോൾ എങ്ങനെയെങ്കിലും ഒരു ലീവ് എടുക്കുന്നിട്ട് നമുക്ക് പോകാമെന്നൊക്കെ പറഞ്ഞിട്ട് മോനെയും കൂട്ടിയിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ പാർക്കിലൊക്കെ കൊണ്ടുപോകാൻ, നിലമ്പൂർ ഒരു പാർക്കുണ്ട്, നമുക്ക് അവിടെയൊക്കെ പോകാറുണ്ടാണ് കൂട്ടിയിട്ട് വന്നത് കേട്ടോ. അപ്പോൾ പോകണില്ല എന്ന് കണ്ടപ്പോൾ ദേഷ്യം പിടിച്ചിട്ട് ഇരിക്കുകയാണ് വണ്ടിയിൽ കേട്ടോ. ഇനി നിങ്ങളൊന്നും വിശ്വസിക്കാൻ പറ്റൂല, ഇനി ടൂറ് പോകുക എന്ന് മാത്രം എന്നോട് പറയരുതെന്നൊക്കെ പറഞ്ഞിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ മോന് പേരക്കുട്ടീനെ ഇതേമാതിരി ഞങ്ങൾ പാർക്കിൽ കൊണ്ടുപോകാമെന്നൊക്കെ പറഞ്ഞിട്ട് തന്നെയാണ് കേട്ടോ പോയത്. പോകുന്ന വഴിക്കൊക്കെ അവന് നാട്ടിലേക്കാണെന്നൊന്നും അവന് പറയുന്നില്ല, പാർക്കിൽ പോവുകയാണ്. അപ്പോൾ വരുമ്പോൾ മോളും 2 ആളും ഭയങ്കര കച്ചറയായിരുന്നു കേട്ടോ, പാർക്കിൽ പോകണമെന്നും പറഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങളങ്ങനെ വന്ന് പാർക്കിൽ ഇവിടുന്ന് പോവുകയാണെങ്കിൽ കുറേ ദൂരം പോകണമെന്ന് പറഞ്ഞിട്ട് പാർക്കിലൊന്നും പോയില്ല. അപ്പോൾ മൂപ്പർക്ക് പോയിട്ട് ഷോപ്പൊക്കെ തുറക്കണം അങ്ങനെ വന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ എരുമാട് ഒരു പാർക്കുണ്ട് പറഞ്ഞിട്ട് അങ്ങോട്ട് വന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ വീട്ടിൻ്റെ അവിടെ ഇറങ്ങാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളൊക്കെ ഇറങ്ങാം, നിങ്ങൾ പോയിട്ട് വാന്ന് പറഞ്ഞപ്പോൾ മോന് പറഞ്ഞു, പേരക്കുട്ടി പറയണ എല്ലാവരും വന്നാലേ പോവുള്ളൂ പറഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ വന്നു കേട്ടോ പാർക്കിക്ക്. അപ്പോൾ എരുമാട് ഫാക്ടറീൻ്റെ അവിടെയുള്ള 3 സെൻറ്റ് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ ഈ പാർക്കുള്ളത്. അപ്പം മക്കൾക്ക് പാർക്ക് എന്നൊക്കെ പറഞ്ഞാൽ അത്രയ്ക്ക് ഇഷ്ടമാണല്ലോ. അപ്പോൾ പാർക്കൊക്കെ കൊണ്ടാക്കാതെങ്ങാനും വീട്ടിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ എന്നാൽ അത് മതിയാവും കേട്ടോ. അപ്പോൾ ഞങ്ങളിവിടെ വണ്ടിയിൽ വന്ന് ഇറങ്ങി പാർക്ക് കണ്ടപ്പോൾ എൻ്റെ കുട്ടിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. അപ്പോൾ അതിൻ്റെ കളിയാണ് കേട്ടോ ഇപ്പോൾ ഈ കളിക്കുന്നത്. അപ്പോൾ ഈ കമ്പിയൊക്കെ തുരുമ്പ് പിടിച്ചിട്ട് അങ്ങനെ കളിക്കാനൊക്കെ ഇരുത്താനും പേടിയാവുകയാണ് കേട്ടോ. ചിലപ്പോൾ നിരക്കീസിലൊക്കെ നിരങ്ങുമ്പോൾ കൈ നമ്മളതിന്മേൽ പിടിച്ചിട്ടല്ല നിരങ്ങുക, അപ്പോൾ ഒക്കെ തുരുമ്പെടുത്ത് ഇതായിട്ടുണ്ട് കേട്ടോ. കയ്യിലൊക്കെ ആയിക്കഴിഞ്ഞിട്ട് പോയ്സണാവും എന്ന് പറഞ്ഞിട്ട് മെല്ലെ ഇറക്കി ഇരുത്തിയതാണ് കേട്ടോ ഞാൻ. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ പൊട്ടിപ്പോയിട്ടുണ്ട് കേട്ടോ. പാർക്കൊക്കെ നല്ല സൗകര്യങ്ങളും ബെഞ്ചും കാര്യങ്ങളും എല്ലാം കളിക്കുന്ന സാധനങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ. പക്ഷേ വൃത്തിയാക്കി മാത്രം ഇട്ടിട്ടില്ല. അതുപോലെ തന്നെ എല്ലാം എക്സസൈസ് ചെയ്യാൻ പറ്റിയ സൈസ് സാധനങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഒക്കെ തുരുമ്പെടുത്ത് കിടക്കുകയാണ്. 2-3-4 ഊഞ്ഞാലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു ഊഞ്ഞാലേ ഉള്ളൂ കേട്ടോ അവിടെ പാർക്കിൽ, ബാക്കിയൊക്കെ പൊട്ടിപ്പോയിട്ടുണ്ട്. പിന്നെ ശരിയാക്കിയിട്ടുമില്ല കേട്ടോ. നേരത്തൊക്കെ കുട്ടികളായിട്ടൊക്കെ ഇങ്ങനെ സ്ഥലത്തൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കും ഇരിക്കാനും ഇതിനൊക്കെ നല്ല സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ വൃത്തിയാക്കി ഇടാത്തതുകൊണ്ടുള്ളൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നേരത്തൊക്കെ ബോറടിച്ചിരിക്കുകയാണെങ്കിലൊക്കെ ഇപ്പോൾ അടുത്തല്ലേ, അപ്പോൾ നമുക്കൊക്കെ ഒന്ന് പൈസേൻ്റെ ആവശ്യമില്ല, ഒന്ന് ബസ് കയറി വരികയാണെങ്കിലും വരാം മക്കളെയും കൊണ്ടൊക്കെ. ഈ ഒരൊറ്റ ഊഞ്ഞാലുള്ളൂ കേട്ടോ ഇവിടെ. അതന്നെ അതിൻ്റെ സെൻറ്ററിൽ പൊട്ടാനായിട്ടുണ്ട്. കുറച്ച് തടിയുള്ളവരൊക്കെ ആണെങ്കിൽ പൊട്ടി ചാടും ചെയ്യും കേട്ടോ. അപ്പോൾ അങ്ങനെ വന്ന് നല്ല കിളിച്ചുണ്ട മാങ്ങ ഉണ്ട് കേട്ടോ അവിടെ, നിറയെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ആൾക്കാർ പറിച്ചിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ അത് കുറച്ച് കയറി പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ ആദ്യം ചെറുതിലൊക്കെ മൂത്തമ്മാൻ്റെ വീട് ഇവിടെ എരുമാടായതുകൊണ്ട് ഞങ്ങൾ വന്നിട്ട് ഇതിൽ കൂടെയൊക്കെ പോയി ഫോട്ടോ എടുക്കാമെന്നൊക്കെ പറഞ്ഞ് പോയിട്ട് കുറേ മാങ്ങയൊക്കെ പറിച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഭാഗത്തല്ല, കുറച്ച് താഴെ കുണ്ടിലായിട്ട് കേട്ടോ. അപ്പോഴൊക്കെ ചെറിയ മരങ്ങളായിരുന്നു കേട്ടോ. ആർക്ക് വേണമെങ്കിലും പറിച്ച് കൊണ്ടുപോകാം, ഗവൺമെൻറ്റിൻ്റെ സ്ഥലമല്ലേ, അപ്പോൾ ആർക്ക് വേണമെങ്കിലും പറിച്ചിട്ട് പോകും. അതുകൊണ്ട് എല്ലാവരും പറിച്ചിട്ട് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ നെറുകിൽ 2-3 മാങ്ങയൊക്കെ ഉള്ളത് മരുമോൻ കയറി ഒക്കെ പറിച്ചെടുത്തു കേട്ടോ. അപ്പോൾ പാർക്ക് കൊണ്ടുപോകണില്ല എന്ന് പറഞ്ഞ് കംപ്ലൈൻറ്റ് പറഞ്ഞിരുന്ന 2 ആൾക്കാർക്ക് ഭയങ്കര സന്തോഷമായിട്ടുണ്ട് കേട്ടോ. അർമാദിച്ച് കളിക്കുകയാണ്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികൾ വലിയൊരുന്നൊന്നുമില്ല കേട്ടോ. അങ്ങനെ എക്സസൈസും കാര്യങ്ങളും ഊഞ്ഞാലും ഇതൊക്കെ നമുക്ക് ഇരുന്ന് ആടാൻ പറ്റും കേട്ടോ. പക്ഷേ ഊഞ്ഞാൽ പൊട്ടിച്ചാടണമെന്ന് നോക്കണമെന്ന് മാത്രം കേട്ടോ. എന്താ വെച്ചാൽ ഫ്ലൈവുഡിൻ്റെ കുറച്ചും കൂടി കട്ടിയുള്ളൊരു സംഭവം ഉണ്ടല്ലോ, അതിലാണ് കേട്ടോ ഊഞ്ഞാലൊക്കെ ചെയ്തിട്ടുള്ളത്. അതാ തോന്നുന്നു മഴയും വെയിലും കൊണ്ട് ദ്രവിച്ചിട്ട് പൊട്ടിപ്പോകുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്.